തിരികെ വാർത്തയിലേക്ക്. കോൺഗ്രസ് നേതാവും ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രിയുമായ ഭൂപേഷ് ബാഗേലിന്റെ അഴിമതി കഥകൾ ഓരോന്നായി പുറത്തുവരുന്നു. മകൻ ചൈതന്യ ബാഗേലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. മദ്യവ്യാപാര അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിലാണ് നടപടി. ഭൂപേഷ് ബാഗേലിന്റെ വീട്ടിൽ ഇഡി നടത്തിയ പരിശോധനയിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചതോടെയാണ് അറസ്റ്റ്. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, വലിയ അഴിമതികളാണ് ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇഡിയുടെ അടക്കം നടപടികളും ഇരുതരത്തിലാണ്. സുരേഷ്, ഛത്തീസ്ഗഡിൽ 2018 ഭൂപേഷ് ബാഗേൽ അധികാരത്തിൽ വന്നതിന് ശേഷം 2019 മുതൽ 2022 വരെയുള്ള കാലഘട്ടത്തിൽ ഛത്തീസ്ഗഡിലെ മദ്യവിൽപ്പനയിൽ ഏകദേശം 2,161 കോടി രൂപയുടെ ക്രമവിരുദ്ധമായ നിയമവിരുദ്ധമായ പ്രവൃത്തി നടന്നു എന്നുള്ളതാണ് പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേലിന്റെ ഭിലായിലുള്ള വീട്ടിൽ രാവിലെ മുതൽ എൻഫോഴ്സ്മെന്റ് പരിശോധന നടത്തിയത്. നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരിശോധനകളും തെളിവ് ശേഖരണങ്ങളും നടത്തിയിരുന്നു. ഇന്ന് രാവിലെ നടത്തിയ പരിശോധനയിൽ ചില നിർണായക തെളിവുകൾ ലഭിച്ചു എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഈ ഭൂപേഷ് ബാഗേലിന്റെ മകന്റെ അറസ്റ്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾ കോൺഗ്രസിന്റെയും മറ്റും ഭാഗത്തു നിന്നും ഉയരുന്നുണ്ടെങ്കിലും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീക്കം നടത്തിയിരിക്കുന്നത്. പ്രധാനമായും ഈ കേസിൽ മറ്റ് പ്രതികൾ കൂടിയുണ്ട്. മുൻ IAS ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ മുൻ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ ഈ കേസിൽ പ്രതികളാണ്. ഏതാണ്ട് 70 പേർക്കെതിരെയാണ് ഈ നടപടികൾ. ഇവരുടെ ഏതാണ്ട് 2,205 കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു. ഇതിപ്പോൾ ഈ അറസ്റ്റ് അറിയാൻ കഴിയുന്നത് ഭൂപേഷ് ബാഗേലിന്റെ വ്യക്തമായതാണ്. പ്രത്യേകിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ഈ അഴിമതി നടന്നത്. ഉദ്യോഗസ്ഥർക്കും അതേപോലെ തന്നെ സ്വകാര്യ മദ്യ ഉൽപാദന കമ്പനികളുടെ മുതലാളിമാർക്കും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ ഈ കേസിൽ പങ്കുണ്ട് എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. വലിയ കോഴ ഇടപാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു. ഇതിന്മേൽ വലിയ കള്ളപ്പണ ഇടപാട് നടന്നു. അതുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ നടപടിയുമായി മുന്നോട്ട് നീങ്ങുന്നത്. സുരേഷ്, ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.